2025 പുറത്തിറങ്ങിയ ആക്ഷൻ, അഡ്വഞ്ചർ, ഡ്രാമ, മിസ്റ്ററി, സർവൈവൽ, ത്രില്ലർ ജോണറിലുള്ള ചിത്രമാണ് സിറാത്ത്. തെക്കൻ മൊറോക്കയിലെ മരുഭൂമിയിൽ ഒരു റേവ് പാർട്ടിക്കായി സ്പീക്കറുകൾ ഒരുക്കി വെക്കുകയാണ് സംഘാടകർ. അവിടേക്ക് ലൂയിസ് എന്നയാൾ തന്റെ മകൻ എസ്തബാനുമായി എത്തുന്നു. അയാൾ അവിടെയുള്ളവരെല്ലാം ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതിലുള്ളയാളെ കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കുന്നു. അതിൽ ലൂയിസിന്റെ മകളുടെ ഫോട്ടോയാണ്. തന്റെ മകൾ 5 വർഷം മുമ്പ് വീട് വിട്ടുപോയതാണെന്നും അവൾ ഇവിടെ പാർട്ടിയിൽ ഉണ്ടാകുമെന്നും അയാൾ പറയുന്നു. ആരും അവളെ കണ്ടിട്ടില്ല എന്ന് മറുപടി പറയുന്നു. അവിടെ വലിയ സ്പീക്കറുകളെല്ലാം കണക്ട് ചെയ്ത് വലിയ ശബ്ദത്തിൽ ബീറ്റ്സ് വെച്ച് എല്ലാവരും ഡാൻസ് പാർട്ടിയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. അതിനിടയിലൂടെ ലൂയിസ് തന്റെ മകനെയും കൂട്ടി മകളെ തിരിഞ്ഞ് നടക്കുന്നു. ഒരു നിമിഷത്തേക്ക് മകനെ കാണാതാകുന്ന അയാൾക്ക് പെട്ടെന്ന് മകനെ കണ്ടുകിട്ടുന്നു. നീ എവിടെ പോയതാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തിരയുകയായിരുന്നു എന്ന് മകൻ മറുപടി പറയുന്നു. രാത്രി ലേസർ ഷോയൊക്കെയായി പാർട്ടി കൊഴുക്കുകയാണ്. എല്ലാവരും താളത്തിനൊത്ത് ആർത്തുലസിക്കുന്നു. അടുത്ത ദിവസം ലൂയിസ് തന്റെ പണി തുടരുന്നു. ആർക്കും അറിയില്ലെന്ന് മറുപടി ലഭിക്കുന്നു. അപ്പോൾ അവിടെ മലമുകളിൽ കുറച്ചുപേർ ഇരിക്കുന്നത് അയാൾ കാണുന്നു. മകനെയും കൂട്ടി അയാൾ അങ്ങോട്ടേക്ക് ചെന്നു. അവരോട് ചോദിച്ചപ്പോൾ അവരും അറിയില്ല എന്ന് മറുപടി തന്നെ പറയുന്നു. അവൾ ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന് ലൂയിസ് പറഞ്ഞപ്പോൾ മറ്റൊരു റേവ് പാർട്ടി കൂടി മരുഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. തങ്ങൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നാൽ ലൂയിസും അങ്ങോട്ടേക്ക് അവരോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുന്നു. മരുഭൂമിയിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുന്നു. കുഴപ്പമില്ല, ഞങ്ങളും വരാമെന്ന് അയാൾ പറയുന്നു. റേവ് പാർട്ടി നടക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് പട്ടാളക്കാർ എത്തുന്നു. യുദ്ധം തുടങ്ങിയതിനാൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും യൂറോപ്യൻസ് എല്ലാവരും ട്രക്കിൽ കയറണമെന്നും പറയുന്നു. ഞങ്ങൾ ഇവിടെ സമാധാനത്തോടെ ഡാൻസ് കളിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവർ എതിർക്കാൻ ശ്രമിക്കുന്നു. പട്ടാളക്കാർ അവരെ നിർബന്ധിച്ച് ട്രക്കിൽ കയറ്റി ഒഴിപ്പിക്കുന്നു. ട്രക്കുകൾ എല്ലാം വരിയായി പട്ടാള നിയന്ത്രണത്തിൽ പോകുന്നു. ലൂയിസും മകനും മകന്റെ പട്ടി പിപ്പുവും അവരുടെ വണ്ടിയിൽ പോകുന്നു. വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പെട്ടെന്ന് വണ്ടികളെല്ലാം ചെക്കിങ്ങിനായി അവിടെ നിർത്തുന്നു. അടുത്ത പാർട്ടിയിൽ പോകാൻ പ്ലാൻ ഇട്ടിരുന്ന റേവർ സംഘത്തിലെ ജേഡ് അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പട്ടാളക്കാരൻ തോക്ക് ചൂണ്ടി അവളോട് വണ്ടിയിൽ കയറാൻ പറയുന്നു. അവൾക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. പറ്റില്ല എന്ന് പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ അവർ അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കുന്നു. പട്ടാളക്കാരൻ അവരുടെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ മൂത്രമൊഴിക്കുന്നതിനാണോ നീ വെടിവെക്കാൻ പോകുന്നതെന്നും നീ ഒരു ചെറിയ കുട്ടിയാണല്ലോടാ എന്നും പറഞ്ഞ് പട്ടാളക്കാരനെ കളിയാക്കുന്നു. അവർ തിരിച്ച് വണ്ടിയിൽ കയറുന്ന നേരം സിഗ്നൽ കൊടുത്തിട്ട് വണ്ടിയിൽ ഓടിക്കയറുന്നു. വണ്ടി അവിടെ നിന്ന് പെട്ടെന്ന് ഇടത്തേക്ക് തിരിച്ചു പോകുന്നു. അവരുടെ വണ്ടി പോകുന്നത് കണ്ട് ലൂയിസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നു. പെട്ടെന്ന് മകൻ എസ്തബാൻ വണ്ടി അവരുടെ പിറകെ തിരിക്കാൻ പറയുന്നു. ലൂയിസ് വണ്ടി തിരിച്ച് അവരുടെ പിറകെ പോകുന്നു. മലമ്പാതയിലൂടെ ലൂയിസ് റേവർ സംഘത്തിന്റെ പിറകെ പോകുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ റേവർ സംഘത്തിന്റെ വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത് കാണുന്നു. അവർ ലൂയിസിനെ കണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. നിങ്ങൾ എന്താ ഞങ്ങളെ പിന്തുടരുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. മകളെ കണ്ടെത്തണം, അതിന് നിങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ പറ്റൂ എന്ന് ലൂയിസ് പറയുന്നു. ലൂയിസിന്റെ വണ്ടി മരുഭൂമിയിലൂടെ ഓടിക്കാൻ പറ്റില്ല എന്ന് റേവർ സംഘം പറയുന്നു. എന്നാൽ തങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് ലൂയിസ് മറുപടി പറയുന്നു. ഒടുവിൽ അവർ സമ്മതിക്കുന്നു. വഴിയിൽ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കാൻ നിർത്തുന്നു. അവിടെ പെട്രോൾ ഇല്ല. അടുത്ത പമ്പിലേക്ക് പോകുന്നു. അവിടെയും പെട്രോൾ ഇല്ല. അവിടെ കരിഞ്ചന്തയിൽ പെട്രോൾ വിൽക്കുന്ന ഒരു സംഘത്തെ കണ്ടു. അവർ പെട്രോളിന് വളരെ വില കൂട്ടിയാണ് പറയുന്നത്. അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഏകദേശം 3 ഗാലൻ പെട്രോൾ കൂടി വേണം. പക്ഷെ അവർ ആ തുകയ്ക്ക് 1 ഗാലൻ പെട്രോൾ മാത്രമേ നൽകാൻ തയ്യാറാകുന്നുള്ളൂ. യുദ്ധത്തിന്റെ ഇടയിലായതിനാൽ പെട്രോൾ ക്ഷാമം ഉണ്ട്. അതിനാൽ അവർക്ക് അതിൽ നിന്നും മിച്ചം കിട്ടണമെങ്കിൽ ആ തുകയ്ക്ക് നൽകാൻ പറ്റില്ല എന്ന് കച്ചവടക്കാർ പറയുന്നു. അവിടേക്ക് എത്തുന്ന ലൂയിസ് തന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 2 ഗാലൻ പെട്രോൾ കൂടി വാങ്ങി അവരെ സഹായിക്കുന്നു. വീണ്ടും യാത്ര തുടരുന്നു. കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെയാണ് യാത്ര. യാത്രയുടെ ഇടയിൽ ലൂയിസിന്റെ വണ്ടി കല്ലിൽ തട്ടി നിൽക്കുന്നു. ഡ്രൈവർ സംഘം വണ്ടി പരിശോധിക്കുന്നു. വണ്ടിയുടെ ബമ്പർ കല്ലിൽ ഇടിച്ചു നിൽക്കുകയാണ്. ഡ്രൈവർ സംഘത്തിലെ ഒരാൾ വണ്ടിയുടെ ബമ്പർ അഴിച്ചു മാറ്റി കളയുന്നു. ഇനി വണ്ടി മുന്നോട്ടെടുക്കാൻ പറയുന്നു. യാത്ര തുടരുന്നു. ദുർഘടമായ വഴിയിലൂടെ യാത്ര തുടരുന്നു. അങ്ങനെ അവർ ഒരു പുഴയുടെ അടുത്തെത്തി. മുന്നിലുള്ള ട്രക്കുകൾ രണ്ടും അനായാസം പുഴ മറികടന്നു പോകുന്നു. ലൂയിസിന് തന്റെ വണ്ടി അതുവഴി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഡ്രൈവർമാർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ബുദ്ധിമുട്ടാകുമെന്ന്. അത് പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി മുന്നോട്ട് പോകുന്നു. ലൂയിസ് ക്ഷുഭിതനാകുന്നു. തന്റെ കയ്യിൽ നിന്ന് പെട്രോൾ കാശ് വാങ്ങി തന്നെ പറ്റിച്ചിട്ട് പോകുന്നു എന്നയാൾ ചോദിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ട്രക്കുകൾ രണ്ടും തിരിച്ചു വരുന്നു. വണ്ടി തിരിക്കാൻ പോയതാണെന്ന് അവർ പറയുന്നു. അവർ ട്രക്കിൽ കാർ കെട്ടി വലിച്ച് പുഴ കടത്തുന്നു. യാത്ര പിന്നെയും തുടരുന്നു. അവർ രാത്രി വണ്ടി നിർത്തി ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നു. റേവർ സംഘം ലൂയിസിനും എസ്തബാനും അവർ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ലൂയിസ് തന്റെ 2 കൈകളിലും എന്തോ ഒളിപ്പിച്ചിട്ട് ഏതാണ് വേണ്ടതെന്ന് എസ്തബാനോട് ചോദിക്കുന്നു. അവൻ ഒരെണ്ണം പറയുന്നു. അതിൽ ഓറഞ്ച് ആയിരുന്നു. എന്നിട്ട് മറ്റേ കയ്യിലുള്ള ചോക്ലേറ്റ് അയാൾ എടുക്കുന്നു. ചോക്ലേറ്റ് വേണോ എന്ന് അയാൾ ചോദിക്കുന്നു. അതെ എന്ന് എസ്തബാൻ പറയുന്നു. ചോക്ലേറ്റ് കൊടുത്തിട്ട് ഓറഞ്ചും വേണോ എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ ചോക്ലേറ്റ് ഡ്രൈവർ സംഘത്തിന് കൂടി കൊടുക്കാം എന്ന് എസ്തബാൻ പറയുന്നു. നമ്മുടെ കയ്യിൽ അധികമൊന്നുമില്ല, അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ലൂയിസ് പറയുന്നു. ഒടുവിൽ അയാൾ എസ്തബാന്റെ വാക്ക് കേട്ട് ഡ്രൈവർമാരുടെ ട്രക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ചോക്ലേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ജേഡ് ട്രക്കിലേക്ക് കയറി വരാൻ പറയുന്നു. അയാൾ അവിടെ കയറിയിരിക്കുന്നു. പാർട്ടി സ്ഥലത്ത് നിന്ന് അവർ വലിച്ചെറിയുന്ന പൊട്ടിയ സ്പീക്കറുകൾ താൻ എടുത്തുകൊണ്ട് വരുമെന്ന് ജേഡ് പറയുന്നു. അവർക്ക് അത് റിപ്പയർ ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്നും പറയുന്നു. റിപ്പയർ ചെയ്ത സ്പീക്കറുകളിൽ നിന്നും ബീറ്റ്സ് കേൾക്കുന്നു. ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ലൂയിസ് പറയുമ്പോൾ ഇത് കേൾക്കാനുള്ളതല്ല, ഡാൻസ് ചെയ്യാനുള്ളതാണെന്ന് ജേഡ് പറയുന്നു. എന്റെ മകളും ഇങ്ങനെയാണ് പറയാറുള്ളതെന്ന് ലൂയിസ് പറയുന്നു. ജേഡ് അയാളെ നോക്കുന്നു. അടുത്ത ദിവസം രാവിലെ എസ്തബാന്റെ പട്ടി പിപ്പുവിനെ കാണാതാവുന്നു. ലൂയിസും എസ്തബാനും ഡ്രൈവർമാരും കൂടി പിപ്പുവിനെ തിരക്കുന്നു. ഒടുവിൽ ബോധരഹിതനായി പിപ്പുവിനെ കണ്ടുകിട്ടുന്നു. അതിന് കാഷ്ടത്തിന്റെ മണമാണെന്ന് ടോണിൻ പറയുന്നു. LSD കലർന്ന വിസർജ്യം കഴിച്ചിട്ടുണ്ടാകുമെന്ന് ടോണിൻ പറയുന്നു. അത് ബിഗിയുടേതാണെന്ന്, ബിഗിയാണ് അത് ചെയ്തതെന്നും ടോണിൻ പറയുന്നു. അവർ തർക്കിക്കുന്നു. ലൂയിസ് അവരോട് ചൂടാകുന്നു. സ്റ്റെഫി പിപ്പുവിന് പാൽ കൊടുക്കുന്നു. എന്നിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല, പിപ്പു ഉറങ്ങുകയാണെന്ന് സ്റ്റെഫി എസ്തബാനോട് പറയുന്നു. യാത്ര വീണ്ടും തുടരുന്നു.
പറയുന്നു. ട്രക്കിലെ റേഡിയോയിൽ യുദ്ധം മുറുകുകയാണെന്നും ലോകരാജ്യങ്ങൾ 2 ചേരികളായി തിരിഞ്ഞ് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നും പറയുന്നു. യാത്ര മറ്റൊരിടത്ത് നിർത്തി രാത്രി അവർ അവിടെ തം പിടിക്കുന്നു. നിങ്ങൾക്ക് കൂടപ്പിറപ്പുകൾ ഒന്നുമില്ലേ എന്ന് ബിഗിയോട് എസ്തബാൻ ചോദിക്കുന്നു. റേവർ സംഘത്തിലെ മറ്റുള്ളവരാണ് തന്റെ കൂടപ്പിറപ്പുകൾ എന്ന് ബിഗി പറയുന്നു. പഴയ ഫാമിലിയെ കുറിച്ച് ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം രാവിലെ സ്റ്റെഫി എസ്തബാന്റെ മുടി വെട്ടി സ്റ്റൈലിഷ് ആക്കി കൊടുക്കുന്നു. ടോണി തന്റെ കൃത്രിമക്കാൽ ഉപയോഗിച്ച് ഒരു പാവനാടകവും സംഗീത പ്രദർശനവും അവതരിപ്പിക്കുന്നു. എല്ലാവരും അത് ആസ്വദിക്കുന്നു. മലമുകളിൽ നിന്ന് അവർ ഹൈവേ നിരീക്ഷിക്കുന്നു. പട്ടാള ട്രക്കുകൾ ഹൈവേയിലൂടെ പോകുന്നു. സാധാരണക്കാരെ അവർ വണ്ടിയിൽ കൊണ്ടുപോകുന്നില്ല എന്ന് അവർ പറയുന്നു. അതുവഴി പോയാൽ പിടിക്കപ്പെടുമെന്നും മലമുകളിലൂടെ പോകാമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ യാത്ര മലമ്പാതയിലൂടെ ആക്കുന്നു. വളരെ ഉയരത്തിലുള്ള ദുർഘടമായ വഴിയിലൂടെയാണ് യാത്ര. യാത്രയുടെ ഇടയിൽ ട്രക്ക് ഒരു കുഴിയിൽ വീഴുന്നു. എത്ര ശ്രമിച്ചിട്ടും വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. എല്ലാവരും അങ്ങോട്ട് വരുന്നു. വണ്ടി ജാക്കി ഉപയോഗിച്ച് പൊക്കി റിപ്പയർ ചെയ്യുന്നു. വണ്ടി റെഡിയാകുന്നു. പുറത്തുനിന്ന് പിപ്പുവുമായി കളിച്ചുകൊണ്ടിരുന്ന എസ്തപ്പാനെ ലൂയിസ് വഴക്ക് പറയുന്നു. താഴെ വീഴും, കാറിൽ കയറി ഇരിക്കാൻ പറയുന്നു. എസ്തപ്പാൻ കാറിൽ കയറി ഇരുന്ന് പിപ്പുവുമായി കളിക്കുന്നു. എല്ലാവരും കൂടി വണ്ടി കുഴിയിൽ നിന്നും തള്ളി കയറ്റുന്നു. പെട്ടെന്ന് എസ്തപ്പാന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. കാർ ഹാൻഡ് ബ്രേക്ക് വിട്ട് പുറകോട്ട് പോകുന്നു. ലൂയിസ് ബ്രേക്ക് ചവിട്ടാൻ അലറിക്കൊണ്ട് കാറിന്റെ അടുത്തേക്ക് ഓടുന്നു. എല്ലാവരും ചേർന്ന് ലൂയിസിനെ പിടിച്ചു നിർത്തുന്നു. കാർ കൊക്കയിലേക്ക് വീഴുന്നു. ടോണും താഴെ കൊക്കയിലേക്ക് നോക്കുന്നു. അവർ പിന്നെയും യാത്ര തുടരുന്നു. കരഞ്ഞുകൊണ്ട് ലൂയിസ് വണ്ടിയിൽ ഇരിക്കുന്നു. യാത്രയുടെ ഇടയിൽ ഒരു ടെന്റ് കണ്ട് അവർ അവിടെ നിർത്തുന്നു. അവർ അവിടെ ഇറങ്ങി എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നറിയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ആട്ടിടയൻ പയ്യൻ എത്തുന്നു. അവർ അവനോട് സഹായം ചോദിക്കുന്നു. അവൻ അവരെ കണ്ട് പേടിച്ച് ആളുകളെയും കൊണ്ട് ഓടിപ്പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അവിടെ നിൽക്കുന്നു. ലൂയിസ് അവിടെ നിന്നും ലക്ഷ്യമില്ലാതെ നടന്നു നീങ്ങുന്നു. തളർന്നു വീണ അയാളെ മറ്റുള്ളവർ ചേർന്ന് രക്ഷിക്കുന്നു. അവർ വണ്ടി മരുഭൂമിയിലെ ഒരു സ്ഥലത്ത് നിർത്തുന്നു. അവർ തങ്ങളുടെ കയ്യിൽ സ്പീക്കറുകളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. ജോഷ് ഒരു പാത്രത്തിൽ ലഹരി ചെടി ഇടിക്കുന്നു. അത് വെള്ളത്തിൽ കലക്കി എല്ലാവരും കുടിക്കുന്നു. ഇത് ഗുണം ചെയ്യും, അത്ഭുത ഗുണമുള്ള ചെടിയാണെന്ന് സ്റ്റെഫി പറയുന്നു. ലൂയിസും അത് കുടിക്കുന്നു. അവർ അവിടെ ഒരു താൽക്കാലിക റേവ് പാർട്ടി സെറ്റ് ചെയ്യുന്നു. ബീച്ച് ഇട്ട് എല്ലാവരും ഡാൻസ് കളിക്കുന്നു. ലൂയിസ് ഡാൻസ് ചെയ്ത് പൊട്ടിക്കരയുന്നു. ശബ്ദം കൊണ്ടെല്ലാം പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഡ് ഡാൻസ് ചെയ്യുന്നു. എല്ലാം പൊട്ടിത്തെറിക്കട്ടെ എന്ന് അവർ ഉച്ചത്തിൽ പറയുന്നു. പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കുന്നു. അത് കണ്ട് അലറിക്കൊണ്ട് ടോണിൻ അങ്ങോട്ടേക്ക് ഓടുന്നു. അയാളും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരും നിൽക്കുന്നു. മൈൻഫീൽഡിലാണ് അവർ നിൽക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നു. നേരം രാത്രിയാകുന്നു. എല്ലാവരും ട്രക്കിൽ കയറിയിരിക്കുന്നു. ടോണിൻ പൊട്ടിത്തെറിക്കുന്നത് തന്റെ കൺമുന്നിൽ നിന്ന് മാറുന്നില്ലെന്ന് ബിഗി പറയുന്നു. തന്റെ മരണം ഒരു സംഭവമാകണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിങ്ങനെയായി. അച്ഛൻ മരിക്കാൻ നേരം ഇത് കൈവിട്ടു പോയല്ലോ എന്നാണ് പറഞ്ഞതെന്ന് ടോണിൻ പറയുന്നു. സ്റ്റെഫി തന്റെ അച്ഛനോട് അവസാനമായി യാത്ര പറയാൻ പോലും പറ്റിയില്ല എന്ന് പറയുന്നു. ജെയ്ഡിന്റെ മരണം അവളെ പോലെ തന്നെ ഒരു പൊട്ടിത്തെറിയായിരുന്നു എന്ന് ജോഷ് പറയുന്നു. എസ്തപ്പാൻ അവസാനം കേട്ടത് ബ്രേക്ക് ചവിട്ട് എന്ന് പറഞ്ഞതായിരിക്കുമെന്ന് ലൂയിസ് പറയുന്നു. കൊക്കയിലേക്ക് നോക്കിയപ്പോൾ എസ്തപ്പാൻ കിടക്കുന്നത് ടോണിൻ കണ്ടിരുന്നു എന്ന് ജോഷ് പറയുന്നു. അപ്പോൾ അവൻ അവിടെ കിടക്കാൻ പാടില്ലായിരുന്നു എന്ന് ലൂയിസ് പറയുന്നു. അടുത്ത ദിവസം രാവിലെ ജോഷ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ലൂയിസ് ജെയ്ഡിന്റെയും ടോണിന്റെയും മൃതദേഹങ്ങൾ മറവ് ചെയ്ത് അവിടെ ഇരിക്കുന്നു. തന്റെ മകന്റെ മൃതശരീരത്തിനോട് ചെയ്ത അനാദരവ് ടോണിനും ജെയ്ഡിനും സംഭവിക്കാൻ പാടില്ല എന്ന് അയാൾ തീരുമാനിച്ചു. ട്രക്കിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ലൂയിസ് ജോഷിനോട് നമുക്ക് ആ മലയുടെ അടുത്തെത്തണമെന്നും മലമുകളിൽ മൈനുകൾ കാണില്ല എന്നും പറയുന്നു. ഒടുവിൽ അവരുടെ ഒരു ട്രക്ക് സ്റ്റിയറിംഗ് കയർ ഉപയോഗിച്ച് കെട്ടി ആക്സലറേറ്റർ കൊടുത്ത് മലയുടെ അടുത്തേക്ക് തള്ളിവിടുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ട്രക്ക് പൊട്ടിത്തെറിക്കുന്നു. രണ്ടാമത്തെ ട്രക്ക് ആദ്യത്തെ ട്രക്ക് പോയ അതേ വഴിയിൽ ഓടിച്ചിട്ട് അവിടെ നിന്നും ആക്സലറേറ്റർ കൊടുത്ത് തള്ളിവിടുന്നു. ട്രക്ക് മറ്റൊരു മൈനിൽ കയറി മലയുടെ അടുത്തേക്കല്ലാതെ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു. എല്ലാവരും നിരാശയിലും ദേഷ്യത്തിലുമാകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുന്നു. അവരുടെ കയ്യിലെ അവസാന കുപ്പി വെള്ളവും അവർ കുടിച്ചു തീർക്കുന്നു. അവിടേക്ക് ഏകദേശം 60 മീറ്റർ കാണുമെന്ന് ജോഷ് പറയുന്നു. 80 മീറ്റർ കാണുമെന്ന് ബിഗി പറയുന്നു. എങ്ങനെ അവിടെ വരെ എത്തുമെന്ന് അവർ ആലോചിക്കുന്നു. അപ്പോൾ ലൂയിസ് ഒന്നും നോക്കാതെ മലയുടെ അടുത്തേക്ക് പോകുന്നു. അയാൾ ഒരു കല്ലിൽ കയറി നിൽക്കുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നു. പെട്ടെന്ന് ബിഗി ലൂയിസ് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടുന്നു. എന്നാൽ അയാൾ മൈനിൽ ചവിട്ടി പൊട്ടിത്തെറിക്കുന്നു. സ്റ്റെഫിയും ജോഷും ദേഷ്യത്തിലും വിഷമത്തിലും ആകുന്നു. ജോഷ് സ്റ്റെഫിയെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ പോയ വഴിയല്ലേ ബിഗിയും വന്നത്, എന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് സ്റ്റെഫി ലൂയിസിനോട് ചോദിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഒന്നും നോക്കാതെ അങ്ങ് നടന്നു എന്ന് ലൂയിസ് മറുപടി പറയുന്നു. ഇത് കേട്ട് ജോഷും സ്റ്റെഫിയും കണ്ണടച്ച് ലൂയിസിന്റെ അടുത്തേക്ക് പോകുന്നു. അവർ സുരക്ഷിതമായി അവിടെ എത്തുന്നു. പിന്നീട് അവർ മലമുകളിൽ കയറുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ ട്രക്കുകളെ നോക്കുന്നു. പിന്നീട് എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ ട്രെയിനിന്റെ മുകളിൽ കയറി യാത്ര തുടരുന്നു. ആരൊക്കെയോ തീരുമാനിക്കുന്ന യുദ്ധത്തിൽ സാധാരണക്കാരായ ആളുകൾ മാത്രമാണ് ബാധിക്കപ്പെടുന്നതെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നു. സ്വർഗത്തെയും നരകത്തെയും ബന്ധിപ്പിക്കുന്ന മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ ഒരു പാലം എന്നതാണ് സിറാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഒലിവർ ലാക്സ് സംവിധാനം ചെയ്ത ചിത്രം സാന്റിയാഗോ ഫിയാളും ലാക്സും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. 2025 മെയ് 15 78ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രധാന മത്സര വിഭാഗത്തിലാണ് ഈ ചിത്രം വേൾഡ് പ്രീമിയർ നടന്നത്. കാൻസിൽ ചിത്രം ജൂറി പുരസ്കാരം നേടി. തുടർന്ന് 2025 ജൂൺ 6 ബി ടീം പിക്ചേഴ്സ് വഴി സ്പെയിനിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ഫ്രാൻസിൽ 2025 സെപ്റ്റംബർ 10 പിരമിഡ് ഫിലിംസ് ആണ് ചിത്രം പുറത്തിറക്കിയത്. 83ാമത് ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ്സിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം, മികച്ച ഒറിജിനൽ സ്കോർ എന്നീ വിഭാഗങ്ങളിൽ ചിത്രം നാമനിർദ്ദേശം നേടി. 98ാമത് അക്കാദമി അവാർഡ്സിലെ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലുള്ള സ്പെയിനിന്റെ ഔദ്യോഗിക എൻട്രിയായി ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ചിത്രം ഡിസംബർ ഷോർട്ട് ലിസ്റ്റിലേക്കും ഇടം നേടി. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിവരണമായി അടുത്ത വീഡിയോയിൽ കാണാം.